നിന്റെ നേരം ശരിയല്ല, നിന്റെ സമയം ശരിയല്ല. സമയം കുറിക്കുന്നവരും സമയം കുറിച്ചവരും നിന്നെ നോക്കി പറയുമ്പം ദൈവത്തിന്റെ സമയം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. അതിനുള്ള സമയം വന്നിരിക്കുന്നു. ചില കുടുംബങ്ങൾക്കും മീതെ ദൈവത്തിന്റെ സമയം വെളിപ്പെടുന്നു. ദൈവത്തിന്റെ സമയം ഒരാൾക്കു വേണ്ടി വെളിപ്പെട്ടാൽ അതുവരെ കാണാത്ത കാര്യങ്ങൾ നടക്കും. അന്നുവരെ പരാജയങ്ങൾ മാത്രം കണ്ടവർ അന്നുവരെ നടക്കാത്തത് പെട്ടെന്ന് നടക്കും. വേദപുസ്തകത്തിനകത്ത് പെട്ടെന്നുള്ള വാക്ക് വായിച്ചിട്ടുള്ളവർ കൈയൊന്ന് ഉയർത്തിയാട്ടോ. പെട്ടെന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സമയമെന്നാണ്. ദൈവത്തിന്റെ സമയമായാൽ നീ 6 മാസം കാത്തിരിക്കണ്ട. ദൈവത്തിന്റെ സമയമായാൽ നീ 3 മാസം കാത്തിരിക്കണ്ട. പെട്ടെന്ന് അത് സംഭവിക്കും. നിന്റെ കൊച്ചിന്റെ കല്യാണം പെട്ടെന്ന് നടക്കും. നിന്റെ വീടിന്റെ പണി പെട്ടെന്ന് നടക്കും. നിന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. നാട്ടുകാര് നിന്നോട് പറയും, എന്നാലും കൊള്ളാമല്ലോ, നീ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നെ അറിയിച്ചില്ലല്ലോ. അതൊക്കെ കേൾക്കേണ്ടി വരും. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, പരാതികൾ വരും. പക്ഷെ പെട്ടെന്ന് ചിലത് നടക്കും. ദൈവത്തിന്റെ സമയത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടുത്താം? ദൈവത്തിന്റെ സമയത്തെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദൈവത്തിന്റെ സമയം നമ്മുടെ മേൽ എങ്ങനെ ആക്ടിവേറ്റ് ആകാം? ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം കൂടെ കയറി പറയാം. ദൈവത്തിന്റെ സമയം നിന്റെ മേലായാൽ കഴിഞ്ഞ 40 വർഷമായി, 20 വർഷമായി, 15 വർഷമായി നീ കാണാത്തത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടും 1 മാസം കൊണ്ടും ഒക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നീണ്ട വർഷങ്ങളായി നീ കാണാത്തത്, നിന്റെ പിതാക്കന്മാർ കാണാത്തത്, നിന്റെ കുടുംബം കാണാത്തത് ഒരാഴ്ച കൊണ്ടും 1 മാസം കൊണ്ടും. ഇപ്പൊ കേട്ടില്ല വഴിയുടെ കാര്യം, വർഷങ്ങളായി ആഗ്രഹിച്ചതാ. പക്ഷെ ദൈവത്തിന്റെ സമയം ആ വീടിന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അത് പെട്ടെന്ന് സംഭവിച്ചു. അത് ഇങ്ങോട്ട് വന്നു കൊടുത്തു. അതൊരു അടയാളമാണ്. നീ അങ്ങോട്ട് പോയിട്ട് നോ എന്ന് പറഞ്ഞവർ, നീ അങ്ങോട്ട് ചെന്നപ്പം വേണ്ടെന്ന് പറഞ്ഞവർ, നിന്നെ തിരക്കി ഇങ്ങോട്ട് വന്ന് ചിലത് ഏൽപ്പിക്കാൻ പോകുകയാ. നീ ശൂന്യമായി ഒന്നുമില്ലാതെ ദേശത്ത് തെണ്ടിത്തിരിയുന്നത് കാണാൻ കാത്തുന്നട നടുവിൽ നിന്നെ അവൻ രാജകീയമായി